ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്ററോളം ഉള്ള പാലെടുത്തിട്ടുണ്ട്. നമ്മൾ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. നാട്ടിലൊക്കെ നമ്മൾ മിൽമയുടെ പാക്കറ്റ് കവറിൽ മേടിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ്. അപ്പോൾ അത് 1/2 ലിറ്ററോളം എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അത് വറുത്തതോ വറുക്കാത്തതോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് അതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് 3-4 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് നമുക്ക് ഈ അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു വെള്ളം പോലെയുള്ളൊരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലെന്ന് പറയുന്നത് തിളപ്പിക്കാത്ത പാലാണ്. പാക്കറ്റിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തിരിക്കുന്ന പാലാണ്. കാരണം നമ്മളിനി ഇത് തിളപ്പിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. അരിപ്പൊടിയുടെ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്ററോളം ഉള്ള പാല് അത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാലൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അരിപ്പൊടിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അരിപ്പൊടിക്ക് പകരം എന്ത് ചേർക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലവർ ചേർക്കാം, കസ്റ്റർഡ് പൗഡർ ചേർക്കാം, മൈദ ചേർക്കാം, റവ ചേർക്കാം, ഗോതമ്പ് പൊടി ചേർക്കാം. അതൊക്കെ നമുക്ക് വീട്ടിൽ എന്താണ് അവൈലബിൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ പാലൊക്കെ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം അരിപ്പൊടി കുറച്ച് നേരം മാറ്റി വെച്ചതുകൊണ്ട് അതിലത്തെ അരിപ്പൊടി എല്ലാം താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത് അലിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പാലിലോട്ട് അരിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരിപ്പൊടി കുറുകി വരുന്നത് വരെ, അതായത് പാല് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. കൈവിടാതെ തന്നെ ഇളക്കണം. കാരണം അരിപ്പൊടി ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ടേക്കരുത്, കാരണം പെട്ടെന്ന് തന്നെ അത് അടി പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അതാ ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചങ്ങ് മുന്നോട്ട് പോകുന്തോറും ഇതാ കണ്ടോ, സൈഡിലൊക്കെ ഈ പാല് ഫുൾ ഫാറ്റ് മിൽക്ക് ആയതുകൊണ്ട് പാലിൻ്റെ ആ കൊഴുപ്പെല്ലാം സൈഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഐസ്ക്രീമിന് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് വടിച്ചെടുക്കണം. അപ്പോൾ അതിൽ ഇച്ചിരി കട്ടയായിട്ട് കിടക്കും. അത് കുഴപ്പമില്ല, കാരണം നമ്മളിത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മിക്സ്ചർ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ഞാനെന്ന് മാംഗോ വെച്ചിട്ടാണ്, ഇതൊരു മാങ്ങ ഐസ്ക്രീം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, അത്യാവശ്യമല്ല നല്ല രീതിയിൽ മധുരം ഉള്ളത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് പഞ്ചസാര കുറവാണ് അല്ലെങ്കിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ ഈ ഒരു മിക്സ്, അതായത് അരിപ്പൊടിയുടെ ചേർത്തിട്ടുള്ള ഒരു പാല് നല്ല രീതിയിൽ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുറുകി കട്ടിയായിട്ട് ഇരിക്കേണ്ട, ചെറിയൊരു രീതിയിൽ അപ്പോൾ ഈ കാണുന്ന രീതിയിലൊന്ന് മിക്സ് ആയാൽ മതി. നമുക്കിനി ഇത് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ അവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് തന്നെ കുറുകി, ഇപ്പം നമ്മൾ ചൂടാറാനായി വെച്ചതുകൊണ്ട് തന്നെ പാടയ്ക്ക് കിട്ടി നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനപ്പോൾ ഇതാ ഇവിടെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മാംഗോ ജ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ ഒരു പ്യൂരി പൾപ്പ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുക. എന്നിട്ട് അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരിക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതിൻ്റെ ഒരു പ്യൂരിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ ഒരു മാങ്ങയുടെ പ്യൂരി അല്ലെങ്കിൽ ജ്യൂസ് എന്ന് പറയാം, ജ്യൂസ് എന്ന് വേണമെങ്കിലും പറയാം, അതവിടെ റെഡിയാണ്. ഒട്ടും വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊരു അരിപ്പയിൽ അരിച്ചിട്ട് വേണം ബൗളിനകത്തോട്ട് മാറ്റാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഒരു അടിയാത്ത തരിതരികളെല്ലാം നമ്മുടെ ഐസ്ക്രീമിൽ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ദാ മാംഗോ പ്യൂരി ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ചൂടാറി വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ അരിപ്പൊടിയുടെ മിക്സ് ഇതേപോലെ ഞാൻ മിക്സിക്ക് അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് കട്ട കിടക്കുന്നത്. അത് ഞാനൊന്ന് വടിച്ചെടുത്തതാട്ടോ പാത്രത്തിൽ നിന്ന് ആ ഒരു പാടയൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ആദ്യം അടിച്ചെടുത്തിട്ട് വരാം.
കണ്ടോ, ഇതാ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നമ്മൾ ജസ്റ്റ് ആ ഒരു അരിപ്പൊടിയുടെ ഒരു മിക്സ് മാത്രം അടിച്ചെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കട്ടകളെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പ്യൂരി അതും കൂടെ ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മധുരം ചേർക്കാത്തതാണ്, കാരണം നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിലും മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ, പഞ്ചസാര. അപ്പോൾ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളറിലൊക്കെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ നമുക്ക് നമ്മുടെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രമാണ് ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്യാൻ വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിന് പകരം നല്ലൊരു അടച്ചുറപ്പുള്ളൊരു കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാനിതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഒന്ന് മൂടി വെച്ച് ഫ്രീസറിനകത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കശുവണ്ടി, നട്ട്സുകൾ അല്ലെങ്കിൽ എന്ത് ഡ്രൈ നട്ട്സ് ആണെങ്കിലും അതൊക്കെ ആണെങ്കിലും ചേർത്ത് കൊടുത്തെന്നാൽ നല്ല സ്വാദാണ്. ഇനി ഒന്നുമല്ലെങ്കിലും ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്തെന്നാലും നല്ല സ്വാദായിരിക്കും കേട്ടോ, അതിനകത്ത് മിക്സ് ചെയ്ത് ഇടയ്ക്കൊക്കെ കടിക്കാനൊക്കെ കിട്ടുമ്പം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ വെച്ച് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിലൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്യാം. ഇത് ഒത്തിരി നേരം ഫ്രീസ് ചെയ്യേണ്ട, നമുക്കിത് ഒരു വട്ടം കൂടെ ഒന്ന് അടിക്കേണ്ടതുണ്ട്. എന്നാലാണ് ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറും കൂടെ ഫ്രീസറിനകത്ത് വെച്ച് ഇത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഐസിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽസ് ഒക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിങ്ങനെ ഫ്രോസൺ ആവാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഫ്രീസ് ആവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഞാനൊന്നും എടുക്കുന്നുണ്ട്. കണ്ടോ, ഒത്തിരി അങ്ങ് കട്ടിയായിട്ട് ഇരിക്കുന്നൊന്നുമില്ല, അതിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ കട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് നമുക്ക് മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കണം. ഒന്നും ചെയ്യണ്ട, ഇതേ മിക്സ് അങ്ങനെ തന്നെ മിക്സിയിൽ ഇടുക, നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. വേറെ ഒന്നും ആഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ ഒഴിച്ച് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. 1 or 2 തവണയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 തവണയാണ് ചെയ്യുന്നത്, ഒന്ന് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, സമയമുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും കൂടെ ഫ്രീസറിനകത്ത് വെച്ച് വീണ്ടും ഒന്ന് അടിച്ചിട്ട് പിന്നെ ഫ്രീസറിനകത്ത് ഒരു 4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യണം എന്നില്ല, അല്ലാതെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഫോയിൽ പേപ്പർ വെച്ച് മൂടി ഞാൻ ഫ്രീസറിനകത്ത് ഇത് ഏകദേശം ഒരു 5 മണിക്കൂറാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 മണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല കട്ടിയായിട്ട് ആണ് കിട്ടിയത്. ഒട്ടും കഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്രീസർ അനുസരിച്ച് ഇതിൻ്റെ സമയമൊക്കെ മാറി മാറി വരും കേട്ടോ. ചിലവർക്ക് 7-8 മണിക്കൂറൊക്കെ ഓവർനൈറ്റ് ഫ്രീസറിനകത്ത് വെച്ചാലാണ് നന്നായിട്ടൊരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതങ്ങനെ പുറത്ത് വെച്ചു, ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് മെൽറ്റായി. അപ്പോൾ എന്താണെങ്കിലും ഞാനിത് ഒന്ന് എടുക്കുന്നുണ്ട്. ഞാൻ സ്കൂപ്പ് ചെയ്തെടുക്കുവാണ്. നല്ലൊരു ഇത് മാങ്ങയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഐസ്ക്രീം ഞാൻ സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, നമുക്കിതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ചേർക്കാം, ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പം ഞാനിപ്പം എൻ്റെ അമ്മയൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മാങ്ങയൊക്കെ അരിഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു സമയത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് മാങ്ങ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് ഇതിൻ്റെ മേലൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് നട്ട്സ്, ഞാൻ പിസ്തയൊക്കെ കുറച്ചൊക്കെ ചേർക്കുന്നുണ്ടെന്ന് മാത്രം. അതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമ്മൾ വളരെ കുറച്ച് ചേരുവകളാണ് ചേർത്തിരിക്കുന്നത്. പാല്, മാങ്ങ, അരിപ്പൊടി, ഇത്രയും വെച്ചിട്ട്. ഇനി മാങ്ങ വേണ്ട, അരിപ്പൊടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയും കഴിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഇതിനകത്ത് നമുക്ക് അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് പോലും വരത്തില്ല, ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.